ഇന്ന് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു കൂട്ടുകറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സദ്യക്ക് കൂട്ടുകറി കഴിക്കാറില്ലേ, അതുപോലെ തന്നെ പച്ചമാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ടി വരില്ല, ഇത് മാത്രം തന്നെ മതിയാകും. അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ, അപ്പം എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും. അതുപോലെ വെറുതെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് തന്നെ പച്ചമാങ്ങേൻ്റെ സീസണാണ്, അതുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഒരു പച്ചമാങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചധികം പുളിയുള്ള മാങ്ങ തന്നെയാണ്. അങ്ങനെയുള്ള മാങ്ങ വേണം നമ്മൾ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. തീരെ പുളിയില്ലാത്ത മാങ്ങ എടുക്കരുത്. അതുപോലെ ഇതിൻ്റെ തൊലിയോട് കൂടി തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മാങ്ങ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 കപ്പ് മാങ്ങ ഉണ്ടാകും. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിരവിയ തേങ്ങയാണ്. അതും ഒരു 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങ 1/4 കപ്പ്, അതുപോലെ തേങ്ങയും നമ്മൾ 1/4 കപ്പ് തന്നെ എടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം, അരച്ചെടുക്കരുത്. ഒന്ന് നിർത്തി പൾസ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് പൾസ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞ് പോകരുത്. ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാത്രമോ ഒന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനേക്കാളും ചെറിയ ഒരു അളവിൽ മാത്രം ഉലുവ ഇട്ട് കൊടുക്കുക. ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു മാങ്ങ വെച്ചിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഉലുവയൊക്കെ കൂടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു കയ്പ്പ് രസമാകും. അതുപോലെ തന്നെ സെയിം അളവിൽ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയും കടുകും സെയിം അളവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് രണ്ടും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണ്. ഞാനിതിൽ കാശ്മീരി മുളകാണ് ചേർത്തത്. അപ്പോൾ ഒരു 4 എണ്ണമാണ് ഞാൻ ഈ ഒരു അളവിൽ ചേർക്കുന്നത്. അപ്പോൾ എരിവ് കുറച്ചധികം വേണമെന്നുള്ളവർക്ക് ഇതിനേക്കാളും കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ആ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഒന്നും കൂടി നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ഇത് ഇത്രയും മതിയാകും. നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ട് നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് അധികം അളവൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തരിതരിപ്പായിട്ടാണ് പൊടിച്ച് കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ അളവിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നല്ല മിനുസ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഇത്രയും മാത്രം മതിയാകും. ഇനി നമുക്ക് സെയിം ചട്ടിയിൽ തന്നെ ഒന്ന് ചട്ടി ചൂടാകുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ കുറച്ച് അധികം തന്നെ എടുക്കുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളെ റെസിപ്പിക്ക്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും അങ്ങ് ഒരുപാട് കൂടി പോകണ്ട, കാരണം നമ്മൾ ഒരു മാങ്ങ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുൻപന്തിയിൽ നിൽക്കുക. അപ്പോൾ ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് കളറ് മാറിപ്പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം അളവിൽ തന്നെ കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ കുറച്ചൊരു അധിക സമയം എടുത്തിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒരു 5-6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 7-8 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു കളർ വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മൾ മിക്സിയിലൊന്ന് പൾസ് ചെയ്തുകൊണ്ട് വന്നിട്ടില്ലേ, തേങ്ങയും അതുപോലെ നമ്മുടെ മാങ്ങയൊക്കെ, അത് ഇതിലേക്കൊന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ മാങ്ങയിലും തേങ്ങയിലും ഒക്കെ ഒരു വാട്ടറിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടാകും. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് പോയി കിട്ടുന്നവർ ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ കൂട്ടുകറിക്ക് നിങ്ങൾ അറിയില്ല തേങ്ങ നന്നായിട്ട് വറുത്തിടുന്നത്, അതുപോലെ ആക്കിയെടുക്കണം. എന്നാൽ അങ്ങനെ ആ ഒരു ബ്രൗൺ കളർ ആവണ്ട, ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി വരുന്നവരെ മാത്രം നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുത്താൽ മതി. കാരണം ഇതിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശം പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പുറത്ത് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ നമുക്കിത് പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു മാങ്ങയൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരാഴ്ചയൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചു കൊണ്ടുവന്ന ആ ഒരു പച്ചമുളകും കടുകും ഉലുവയൊക്കെ ഇല്ലേ, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്തും നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ആ ഒരു മാങ്ങയായിട്ട് നല്ലോണം യോജിച്ച് വരുന്നവരൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കളറിന് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ കുറച്ച് എരിവ് കുറവാണ്, അതുപോലെ തന്നെ കളറും കുറവാണ്. ആകെ 4 മുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 മുളകിന് പകരം ഇതിൻ്റെ കൂടെ നല്ല മുളക് ഉണ്ടല്ലോ, എരിവുള്ള മുളക്, അങ്ങനെ വേണമെങ്കിൽ അതും കൂടി 2 എണ്ണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും അതുപോലെ തന്നെ മുളകും ഒക്കെ കുറവാണ് കേട്ടോ. ഉപ്പ് ഞാനിനി ലാസ്റ്റോട്ടേ ചേർക്കുന്നുള്ളൂ. അതുപോലെ ഇതിൽ എണ്ണേൻ്റെ അംശം ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കൂട്ടുകറിക്ക് വറുത്തിടുന്ന പോലെ തന്നെ എണ്ണ നല്ലോണം ഇതിന് വേണം, എന്നാലേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വീണ്ടും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിതിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ടേനും പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടീൻ്റെ അളവൊന്നും കൂടിപ്പോകരുത് കേട്ടോ. നമ്മൾ കടുകും അതുപോലെ ഉലുവയൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്തതാണ്. അപ്പോൾ ഈ കായപ്പൊടീൻ്റെയൊക്കെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പിരസം മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലാം കൂടിയും ചേർത്തതിന് ശേഷം ഇതാ വീണ്ടും നല്ല പോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കിടന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, അതാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ലാസ്റ്റോട്ട് നമ്മളിതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടി ഒന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിയുള്ളെങ്കിൽ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എളുപ്പമായിരിക്കും, പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിതൊരു കഷ്ണം കട്ടയാണ് ചേർത്തത്, അതുകൊണ്ട് എന്നാലും ആ ഒരു ചൂടിന് കിടന്നിട്ട് അത് അലിഞ്ഞ് കിട്ടും. നമ്മളൊരു ഏകദേശം ഒരു 5-8 മിനിറ്റും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്, അപ്പോഴത്തേക്കും ഇത് അലിഞ്ഞ് കിട്ടും. അപ്പോൾ കളറും എരിവും ഒക്കെ കുറവായതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പോ എരിവോ ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടിയും ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഇത് വഴറ്റി കൊടുക്കണം. കാരണം ആ ഒരു മുളക് പൊടി ഇപ്പോൾ ചേർത്തുകൊണ്ട് തന്നെ ആ പൊടീൻ്റെ പച്ചമണം എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതിയാകും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെ നല്ലോണം തന്നെ തേങ്ങയും മാങ്ങയും ഒക്കെ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ ഇല്ലേ, അതൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു സമയം തന്നെ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പുറത്ത് തന്നെ വെക്കുന്നത്, കാരണം ഇത് ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഇത് തീരും. നമ്മൾ ഒരു നേരം മാത്രമല്ലേ ചോറിനൊക്കെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് അളവിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം തന്നെ മതിയാകും. നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ കൂട്ടി ചോറ് തിന്നുന്നില്ലേ, അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അതുപോലെ തന്നെ നമുക്കിത് ദോശ, ഇഡ്ഡലി, അപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് ഫുഡിൻ്റെ കൂടെയും 4 നേരം എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്